കേരള PSC LDC 2020 എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. LDCയുടെ പരീക്ഷ ഏത് നിമിഷവും ഉണ്ടാകും. ചിലപ്പോൾ ഒരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. നമ്മൾ എപ്പോൾ വേണമെങ്കിലും പരീക്ഷ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ ഇന്ന് SCERT ടെക്സ്റ്റ് ബുക്സിലെ ചില മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പത്രങ്ങളെ പറ്റിയും സാമൂഹിക പ്രസ്ഥാനങ്ങളെ പറ്റിയും ചില എഴുത്തുകാരെയും അവരുടെ കൃതികളെയൊക്കെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ്ക്ക് 2 ഭാഷയിൽ, അതായത് ബംഗാളി ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും 2 പത്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബംഗാളി ഭാഷയിലെ പത്രമാണ് സംവാദ് കൗമുദി, അതുപോലെ പേർഷ്യൻ ഭാഷയിലെ പത്രമാണ് മെറാത്ത് ഉൽ അക്ബർ. ഇനി രണ്ടാമത്തെ പോയിന്റ്, പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഈ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൻ പ്രഭു ആണ്. ഇത് നടപ്പിലാക്കിയ വർഷമോ 1878. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. ലിട്ടൻ പ്രഭു ആണ് ഇത് നടപ്പിലാക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ സമാചാർ വർത്തമാന പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാളിൽ നിന്നാണ്. ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട ചില പത്രങ്ങളെയും അവർക്ക് അതിനൊക്കെ നേതൃത്വം നൽകിയ ചില നേതാക്കളുണ്ട്. ഇവരെയൊക്കെ പറ്റിയാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം ഫർദൂർജി മർസ്ബാന്റെയാണ്. അതുപോലെ കേസരി എന്നും മറാത്ത എന്ന പേരിലും 2 പത്രങ്ങളുണ്ട്. അത് ബാലഗംഗാധര തിലകന്റെയാണ്. അതുപോലെ വോയിസ് ഓഫ് ഇന്ത്യ, അത് ദാദാഭായ് നവറോജിയുടേതാണ്. നമ്മുടെ ഗാന്ധിജി 2 പത്രം തുടങ്ങിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? യങ് ഇന്ത്യ, പിന്നെ ഹരിജൻ. ഇത് 2 ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. മിസ്സിസ് ആനി ബെസന്റ് തുടങ്ങിയ 2 പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും പിന്നെ കോമൺവീലും. ഇതൊക്കെ ഒരുപാട് PSC എക്സാംസിന് കണ്ടുവന്നിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആവർത്തിച്ച് കേട്ട് പഠിക്കാം. ഓക്കെ, ഇനി വേറെ ചെറു പത്രമുണ്ട്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. വന്ദേ മാതരം എന്ന പേരിലൊരു പത്രമുണ്ട്. അത് ലാലാ ലജ്പത് റായുടേതാണ്. നേഷൻ എന്ന പേരിലൊരു പത്രമുണ്ട്. അത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. അമൃത ബസാർ പത്രിക എന്ന പത്രം ശിശിർ കുമാർ ഘോഷിൻ്റെയും മോത്തിലാൽ ഘോഷിൻ്റെയും സംഭാവനയാണ്. പിന്നെ ഹിന്ദു എന്നും അതുപോലെ സ്വദേശി മിത്രം എന്നും പേരിൽ 2 പത്രങ്ങളുണ്ട്. അത് G സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ്. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. അപ്പോൾ ഈ പത്രങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പത്രങ്ങളൊക്കെ കേട്ടു പഠിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരെ പറ്റിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഓരോ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ ആ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ പരിഷ്കർത്താക്കളെയും അവരുടെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? വിഗ്രഹാരാധന, ശൈശവ വിവാഹം, ഇതെല്ലാം എതിർത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. ഇദ്ദേഹം ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയൊക്കെ എതിർത്ത ഒരാളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഒരു പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അലിഘഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സംഭാവനയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ച ഒരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആത്മാറാം പാണ്ഡുരംഗ് തുടങ്ങിയ ഒരു സമാജമാണ് പ്രാർത്ഥനാ സമാജം. ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ സമാജം PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ സംഭാവന, ആത്മാറാം പാണ്ഡുരംഗിൻ്റെ സംഭാവനയാണ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട ഒരാളാണിത്. പിന്നെ ആനി ബെസന്റ്. ആനി ബെസന്റ് ഒരു പത്രം നേരത്തെ പഠിച്ചിരുന്നു, ന്യൂ ഇന്ത്യയും കോമൺവീലും. ഓക്കെ,
ഈ ആനി ബസന്റ് തന്നെ തുടങ്ങിയ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദു മതത്തിൻ്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ട ഒരാളാണ് ആനി ബസന്റ്. ഹിതകാരിണി സമാജം, അത് വീരേശലിംഗം തുടങ്ങിയതാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ ഒരു പരിഷ്കർത്താവാണ് വീരേശലിംഗം. ജ്യോതിബ ഫുലെ, സത്യശോധക സമാജം, ഇദ്ദേഹത്തിൻ്റെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്ത ഒരാളാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ച ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. സത്യശോധക സമാജം ഓർത്തിരിക്കുക. പിന്നെ E.V. രാമസ്വാമി നായ്ക്കർ തുടങ്ങിയതാണ് സ്വാഭിമാന പ്രസ്ഥാനം. ഇദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത ഒരാളാണ്. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു, അദ്ദേഹം തുടങ്ങിയതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സാഹിത്യവും ദേശീയതയും. അതായത് ചില കൃതികളെയും ദേശീയതയെ പറ്റി ഉള്ള ചില കൃതികളും ആ ഒരു മേഖലയിൽ നിന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയതാരാണ്? 2 പേരാണ്, ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം, ഇതിനെ പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവലാണ് ആനന്ദമഠം. 2017 നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമാണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഓർത്തിരിക്കുക, നീൽ ദർപ്പൺ. ഈ നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ആരാണെന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണിത്. നീൽ ദർപ്പണിൻ്റെ രചയിതാവ് അതാരാ? ദിനബന്ധു മിത്ര. ഓർത്തിരിക്കുക, ദിനബന്ധു മിത്ര. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ. അതാരാ സ്ഥാപിച്ചേ? ഇന്ത്യൻ അസോസിയേഷൻ ആരാ സ്ഥാപിച്ചേ? സുരേന്ദ്രനാഥ ബാനർജി. നമ്മൾ സുരേന്ദ്രനാഥ ബാനർജി എന്ന പേര് കേട്ടപ്പോൾ നമുക്കൊരു പരിചയമല്ലേ? നമ്മൾ എവിടെയോ നേരത്തെ നമ്മൾ പഠിച്ച ഒരു ഓർമ്മ കിട്ടുന്നില്ലേ? സുരേന്ദ്രനാഥ ബാനർജി ഒരു പത്രം തുടങ്ങിയിട്ടുണ്ട്. അത് ഏതാണെന്നറിയാമോ? ബംഗാളി. നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. സാരേ ജഹാസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര. ഈ ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. എല്ലാവർക്കും അറിയാമല്ലേ, മുഹമ്മദ് ഇക്ബാലാണത്. ഇനി ചില കൃതികളെ എഴുത്തുകാരെ പറ്റിയൊക്കെ പറയാം. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച 2 കൃതികളാണ് ഗോര പിന്നെ ഗീതാഞ്ജലി. ഇത് രണ്ടും ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ വേറൊരു എഴുത്തുകാരനാണ് പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ ചില കൃതികളാണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതെല്ലാം ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറഞ്ഞ് വേറൊരു എഴുത്തുകാരനുണ്ട്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, ഇതൊക്കെ എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അൽത്താഫ് ഹുസൈൻ ഹാലി വേറൊരു എഴുത്തുകാരനാണ്, ഒരു ഉറുദു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ് ഹയാത്ത് ഇ സാദി, അതുപോലെ ഹയാത്ത് ഇ ജവീദ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന് പറഞ്ഞ വേറൊരു മറാത്തി എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നിബന്ധമാല. മറാത്തി ഭാഷയിലാണ്. പിന്നെ വള്ളത്തോൾ നാരായണ മേനോൻ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? വള്ളത്തോൾ നാരായണ മേനോൻ ഭയങ്കര ദേശസ്നേഹിയായ ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലും ആ ദേശസ്നേഹം പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരുന്നാൽ
കൃതികളുടെ കർത്താവ് ആരാണെന്ന് നമുക്ക് ജസ്റ്റ് ബന്ധിപ്പിച്ച് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാളത്തിലുള്ള 3 കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇതെല്ലാം വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ്. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വരിക വരിക സഹചരി എന്ന പാട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അത് രചിച്ചത് അംഷി നാരായണപിള്ളയാണ്. ഓക്കെ, ഇതെല്ലാം ഓർത്തിരിക്കുക. ഒരുപാട് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? കാരണം ഇതെൻ്റെ ഫസ്റ്റ് ചാനലാണ്. ഞാൻ എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ഒരു ക്ലാസ് പോലെ ഞാൻ ഇത് ജസ്റ്റ് റെക്കോർഡ് ചെയ്തതാണ്. എനിക്ക് എല്ലാവരും സപ്പോർട്ട് തന്നെ. അപ്പോൾ ശരി, ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.